ഇതുപോലെ 2 ഗ്രാനി സ്ക്വയർ എടുത്തു. ഇതാണ് ഇതിൻ്റെ നല്ല വശം, ഇതാണ് ബാക്ക് സൈഡ്. നമുക്ക് 2 സൈഡിലെ സ്റ്റിച്ചുകൾ ഇഷ്ടാനുസരണം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ സൈഡാണ് പുറം ഭാഗമായിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല വശങ്ങൾ രണ്ടും ചേർത്ത് വെക്കുക. ഇനി നമ്മൾ നീഡിൽ കയറ്റി കൊടുക്കേണ്ടത് ഗ്രാനി സ്ക്വയറിൻ്റെ ഈ കോർണറിൽ ഹോളുണ്ടല്ലോ, അത് രണ്ടിലും ഒരുമിച്ച് നീഡിൽ കയറ്റുക. ഇതുപോലെ ത്രെഡ് കോർത്ത് ഇതുവഴി ഇറക്കിയെടുത്തു. ദെൻ 2 ത്രെഡുകളും ഒരുമിച്ച് പിടിച്ചിട്ട് ഈ 2 ത്രെഡ് ഒരുമിച്ച് ഈ ലോക്കിനൂടെ കടത്തി ടെയിലെൻഡ് ഇപ്പുറത്ത് വരണം. ഇതുപോലെ ഊരിയെടുത്തു. ഇനി ടെയിലെൻഡ് പിടിച്ച് മുറുക്കുവാണെങ്കിൽ ഈ കെട്ടങ്ങ് മുറുകി ലൂപ്പിൽ നീഡിൽ കയറ്റി എന്ത് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. എന്നിട്ട് സിംഗിൾ ക്രോഷേ ചെയ്ത രണ്ടാമത്തെ ലൂപ്പ് ആദ്യത്തെ ലൂപ്പിലൂടെ പുറത്തെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാണ് മുന്നോട്ട് തയ്ച്ച് പോകേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ 3 സ്റ്റിച്ചസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം, അതായത് ഇവിടെ 3 ചെയിൻസ് ഉണ്ട്, അതിൻ്റെ അടിയിൽ കൂടെയാണ് കടത്തേണ്ടത്. 2 ഗ്രാനി സ്ക്വയറിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കടത്തണം. കണ്ടോ? അതായത് ആദ്യത്തേതിൻ്റെ ഈ ചെയിനിൽ കൂടെ കടത്തി രണ്ടാമത്തേതിൻ്റെ സെയിം തന്നെ സ്ഥലത്തൂടെ കടത്തിയിട്ട് ഇനി ഇത് വെച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോവാണ്. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് അതുപോലെ ഇതിൻ്റെയും രണ്ടാമത്തതിനകത്തൂടെ കടത്തി കൊടുക്കണം. ദെൻ വലിച്ചെടുത്തു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അവിടെ വേറൊരു ത്രെഡും കൂടെ കയറി വന്നിട്ടുണ്ട്, അഴിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് പഴയ ലൂപ്പിനകത്തൂടെ തന്നെ ഇട്ടു. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് 1 കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടാമത്തെ ഇതുവഴിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഹോളിലാണ് തയ്ക്കുന്നത്. അതൊരുമിച്ച് ഇതുപോലെ ഇതിൽ കൂടെ തന്നെ കയറ്റി കൊടുക്കുക. വേറെ ത്രെഡ് ഇതുപോലെ ഉടക്കാൻ പാടില്ല കേട്ടോ. നേരെ ഇത് പോയി എടുത്തുകൊണ്ട് വന്നു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ദെൻ വീണ്ടും ഈ 3 ചെയിനിൻ്റെ അകത്തൂടെ, ഫസ്റ്റ് ചെയിനകത്തൂടെ കയറ്റി സെക്കൻഡ്, കണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ചെയിനുമാണ് മുകളിൽ കൂടെ വരുന്നത് നമ്മുടെ ഹുക്കിൻ്റെ. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി കോർണർ ഹോളിനകത്തോടെ ഇങ്ങോട്ട് ഇട്ടു, വലിച്ചെടുത്തു.
ടൈറ്റ് ചെയ്തു. ഈ ത്രെഡുകളെ 2 എൻഡുകളെയും ഇതിനുള്ളിൽ സെക്യൂർ ചെയ്യണം. ഇതിനുള്ളിലേക്ക് ഞാനപ്പോൾ എളുപ്പത്തിന് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ലൂപ്പിട്ട് വലിച്ചെടുക്കും. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്യും. ഇതുപോലെ തന്നെ ഈ പാർട്ടിലുണ്ട്. നമ്മൾ ഒന്നുകൂടെ ഇവിടെ എടുത്തു. നീളം കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ കെട്ടഴിഞ്ഞ് പോകത്തില്ല. ഇതിവിടെ സെക്യൂർ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തൂടെയൊക്കെ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്തിടാം കേട്ടോ. ഞാനെപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതാകുമ്പോൾ നീഡിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഹുക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. മറ്റേ നമ്മുടെ നീഡിലിൻ്റെ ആവശ്യം വരുന്നില്ല. എല്ലാ ടൈമിലും പറ്റത്തില്ല. പക്ഷേ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇല്ലില്ല, കറക്റ്റ്. ഓക്കെ.